ഇപ്പൊ ഒരു ഉദാഹരണം ഗോകുലം, അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, ഫ്രൈഡേ വിജയബാബു, ഇവരെ ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യും. പുതിയ ഒരാളെ റെസ്പെക്ട് ചെയ്തോളുന്നില്ല. പിന്നെ ഈ കാശുണ്ടാക്കിയവരാരും മണ്ടന്മാരല്ല. അത് ഈ ഡയറക്റ്റ് ചെയ്യാൻ, ചിലപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ ബാക്കിയുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തല്ലാത്ത എന്നുള്ള ധാരണ ആർക്കും വേണ്ട. എന്തേ, ആർക്കും വേണ്ട. സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കൊലക്കേസിൽ പ്രതിയായ ജാമ്യം എടുക്കണ വക്കീൽ വേണം, വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസിൽ പെട്ട പോലീസ് സ്റ്റേഷൻ വേണം. സിനിമ നമ്മളൊക്കെ സിനിമനോടുള്ള പാഷൻ കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് ഇതിലൊക്കെ നിൽക്കുന്നത്. നമ്മളെ കൂടെ മനസ്സിലാക്കണം. നമ്മളും ഒരു കലാകാരനാണ്, ഒരു പ്രേക്ഷകൻ. നമ്മളൊരു സിനിമ ഇഷ്ടമില്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല. കാശുള്ളവരെല്ലാവരും നിർമ്മാതാക്കളാവാത്തതിന്റെ വേറെ സാധനമാണ്. സിനിമനോട് നമുക്ക് ഇഷ്ടം കൂടെ വേണം. ആ ഇഷ്ടമുള്ളതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് എന്ത് സഹിച്ച് എല്ലാവരെയും ചീത്തയും കേട്ട് നമുക്ക് ഇഷ്ടമില്ല നിൽക്കാൻ പറ്റുമോ? കള്ളന് കഞ്ഞി വെച്ചാൽ മാത്രമേ നിർമ്മാതാവായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു മാറ്റവും ഇല്ല. കേട്ട് കഴിയുമ്പോൾ ഭയം വരുന്നില്ലേ ഇത്ര കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ? അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് വെച്ചാ പറയുന്നത്. അതെ, അത് ശരിയാ. പക്ഷെ എനിക്ക് എൻ്റെ ശങ്കർജി പറഞ്ഞ പോലെ ചില ഇതുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഞാൻ അതിനെ ഇതൊരു പ്രൊഫഷണൽ രീതിയിലും കൂടെ കാണും. അപ്പം നമുക്ക് അഭ്യാസങ്ങളൊക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ശങ്കർജിനെ പോലെ എടുത്തു ചാടി അങ്ങനെ ഒരു ഇത് സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ എനിക്കും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആ പെർഫെക്ഷൻ ആ സാധനമൊക്കെ ഇല്ലെങ്കിൽ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും. എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഇപ്പം എമ്പുരാൻ്റെ കൂടെ ഇറക്കാൻ നേരം ഇറക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ തിയേറ്റർ പോലും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ ഇറക്കാൻ കാണിച്ചത് പേടിയുണ്ടോ, നമ്മൾ ഇറക്കില്ലല്ലോ. ഇതിരിക്ക ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ നമ്മൾ ഏത് സമയത്താണ് നമ്മളൊരു ചെറിയൊരു സിനിമ ചെയ്യുന്നതെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? ഒരു സിനിമയില്ലാത്ത ഏത് സമയമുള്ളത്? നമ്മൾ അല്ലെങ്കിൽ ഇനി അടുത്തൊരു ജൂലൈ, എനിക്ക് എൻ്റെ സിനിമ ജൂണിൽ തുടങ്ങണം, എനിക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ് ഇതങ്ങ് ഒഴിവാക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ എത്ര നാളാണ് ഒരു സിനിമ ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഇന്ന സിനിമ ഉള്ളപ്പോൾ നമുക്ക് തിയേറ്റർ ഇല്ല, അല്ലെങ്കിൽ ഇന്ന സമയമുള്ളപ്പം നമ്മുടെ പടം ഇറക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിനിടയിൽ ഇപ്പം സെക്കൻഡ് വീക്ക് വന്നപ്പോഴും എനിക്ക് ആക്ച്വലി മലബാർ ഏരിയയിലോട്ടായിരുന്നു കൂടുതൽ ഇത് വേണ്ടത്. എനിക്ക് തിയേറ്റർ ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത്. നമ്മൾ തിയേറ്റേഴ്സ് ആക്ച്വലി നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ആ സമയത്തും കിട്ടിയിട്ടില്ല. എന്നാലും കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ എനിക്കത് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഈ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഹൗസ്ഫുള്ളായിട്ടും ഒരു 70% കൂടുതൽ ഇതായിട്ട് ഓടി. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ ഓടി. അതല്ലാതെ ചില സ്ഥലങ്ങളിൽ ഇപ്പം ട്രിവാൻഡ്രത്ത് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, ട്രിവാൻഡ്രം ലുലുവിലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. അതല്ലാതെ ചില തിയേറ്റേഴ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു അത്. നമുക്ക് കിട്ടിയ സ്ഥലങ്ങളിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ തേർഡ് വീക്കിലോട്ട് കയറിയല്ലോ പടം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ പല പടങ്ങളും ഉണ്ടാവാറില്ല. പിന്നെ അഭിലാഷനെ പറ്റി ആരും അങ്ങനെ മോശം പറയാനുള്ള. അപ്പൊ തേർഡ് വീക്കിലും നമുക്ക് തിയേറ്റേഴ്സ് ഏതൊക്കെ കിട്ടുമെന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. അല്ല, ആ അഭിലാഷ സിനിമയുടെ ഏറ്റവും പ്രത്യേകത നമ്മൾ കാണാത്ത രീതിക്കുള്ള ഒരു പ്രണയം. ആ പ്രണയത്തിന്റെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്കല്ല സിനിമ തീരുന്നത്. നമ്മൾക്ക് ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്നു ആ സിനിമയിൽ. ആ രീതിക്കാണ് സിനിമ. അത് നിങ്ങൾ തീരുമാനിക്കണം, സ്ക്രിപ്റ്റ് റൈറ്റർ തീരുമാനിക്കണം, ഡയറക്ടർ തീരുമാനിക്കണം, ആർട്ടിസ്റ്റുകൾ തീരുമാനിക്കണം. അങ്ങനെയാണ് ആ സിനിമ കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്കിത് ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഈ സിനിമയെ എല്ലാവരും ബന്ധപ്പെട്ടിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. ഇനി നിങ്ങൾ അതിന് മുൻകൈ എടുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മുൻകൈ വല്ല എടുക്കുമോ? സിനിമ അല്ലേ, സിനിമ ആവും. പിന്നെ അത് ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ സെക്കൻഡ് പാർട്ടിന് തയ്യാറാവും. ഞാൻ ആദ്യത്തെ ആ പ്രൊഡ്യൂസർ അല്ല, മാറി അഭിലാഷത്തിന്റെ പ്രൊഡ്യൂസർ അല്ല. ഞാനപ്പോ സിനിമയായിട്ട് ഇനി ഇതിവിടെ നിൽക്കണം എന്നാഗ്രഹിക്കുമ്പോ സെക്കൻഡ് പാർട്ടും ചിന്തിക്കണ്ടേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.